സൺഡേ ആകുമ്പോൾ ഇങ്ങനത്തെ അൽക്കുലത്തെ പരിപാടികളൊക്കെ ആയിട്ടായിക്കോട്ടെ ഞാൻ ഉച്ചയാകുമ്പോൾ പോണത്. ചോറുണ്ണണതിന് മുന്നേ ഉള്ള പരിപാടികളാണ് അതെല്ലാം. അങ്ങനെ ചെടികളൊക്കെ ഇന്ന് നല്ല അടിപൊളിയായിട്ട് ഇപ്പം ഉണ്ട്. എന്താ വെച്ചാൽ സാറ്റർഡേ നല്ല മഴ ആയതുകൊണ്ട് എല്ലാവരും എടുത്ത് പുറത്ത് വെച്ചിട്ടോ രാത്രിയിൽ. മഴ പെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ എല്ലാവരും എടുത്ത് ഓടിക്കൊണ്ടുപോയി പുറത്ത് വെക്കും. എനിക്കന്നേരം പേടിയാണ്, വല്ല തെന്നി എങ്ങനെ വീഴുമെന്നുള്ളൊരു പേടി തോന്നാറുണ്ട്. പക്ഷേ എങ്കിലും ഇവർ കുളിച്ച് നല്ല സുന്ദരികളായി കാണുമ്പോൾ അവരെ നല്ല ഭംഗിയായിട്ടുണ്ടാവും. പിറ്റേ ദിവസം കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പുതുമഴയേറ്റ ആ ഒരു പ്രൗഢിയിൽ അവരും തല ഉയർത്തി ഇങ്ങനെ നിൽക്കും എന്ന് പറയില്ലേ, അതുപോലെ. പിന്നെ അടീനിയം പോട്ട് പെയിൻറ്റ് ചെയ്യാനുണ്ടായപ്പോൾ സിംസൺ എനിക്ക് പെയിൻറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഈ ഒരു അഡീനിയം പ്ലാന്റ് ചീത്തയായിട്ടുണ്ടായി. അതായത് ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് മിക്ക അഡീനിയം പ്ലാന്റിനും. ഇതുപോലെ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്തതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. അങ്ങനെ സാഫും അതുപോലെ തന്നെ നമ്മളുടെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, നമ്മുടെ പൊട്ടി മിക്സ്, ആറ്റുമണലെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് തന്നെയാണ് പൊട്ടി മിക്സായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ പുതിയ പോട്ടിലേക്ക് ഈ മണ്ണ് അങ്ങനെ നിറച്ച് കൊടുക്കുക, പൊട്ടി മിക്സ് ചേർത്ത്. അതിനുശേഷം അതിനകത്തേക്ക് ഒരു തെർമോക്കോൾ വെച്ച് കൊടുക്കേണ്ടത്. അതായത് പ്ലാന്റ് വയ്ക്കുന്ന സ്ഥലത്ത് അധികം വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. പ്ലാന്റ് താഴ്ന്നു പോവാതെ കറക്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ അതങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പ്ലാന്റ് വെച്ചപ്പോൾ തന്നെ ആ പോട്ട് നിറഞ്ഞു. അത്യാവശ്യം ഒരുവിധം വലിയൊരു പോട്ടാണ്, ഏകദേശം 12 ഇഞ്ചോളം വീതിയുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഓർക്കിഡിൻ്റെ കരി എനിക്ക് ചൂടുവെള്ളത്തിലിട്ടെടുക്കും. ഞാൻ എപ്പോഴും ഓർക്കിഡിൻ്റെ പോട്ടിംഗ് മിക്സ് ചൂടുവെള്ളത്തിൽ, നല്ല തിളച്ച വെള്ളത്തിലിടും. കാരണം ചിലപ്പോൾ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനോ അതുപോലെ തന്നെ എന്തെങ്കിലും കീടങ്ങളൊക്കെ മുട്ടയിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചത്തുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഈ ഒരു നമ്മുടെ ഫ്രഷ് ഫ്ലവർ ചെയ്യണ ഒരു ഹാർട്ട് ഷേപ്പ് വാങ്ങിയിട്ടുണ്ടായി. വാലൻറ്റൈൻസ് ഡേക്ക് വെക്കണം എന്നങ്ങനെ വിചാരിച്ചതാണ്, പക്ഷെ നടന്നില്ല. അപ്പോൾ ഞാൻ ഓർത്ത് വന്നിപ്പോൾ എന്തായാലും ചെയ്യാതെ കുറേ ദിവസമായി പുറത്തിറക്കി വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ അതും ഒന്ന് സെറ്റ് ചെയ്തു. അതിനകത്തേക്ക് ഞാൻ കരിയെല്ലാം നിറച്ച് കൊടുക്കുക കേട്ടോ ചെയ്തത്. ചില കാര്യങ്ങൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ ചെയ്താലേ അത് ശരിയാവുള്ളൂ എന്ന് പറയും. അപ്പോൾ അങ്ങനെ അതുമൊക്കെ ചെയ്തു കഴിഞ്ഞു. സിറ്റ് ഔട്ട്, അപ്പോഴേക്കും സിറ്റ് ഔട്ട് ഒരു പരിവായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ അന്ന് സിറ്റ് ഔട്ടൊക്കെ കൂടി ഒന്നും കൂടി കഴുകിയൊക്കെ ഇട്ട് വൃത്തിയായി. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് അകത്ത് കയറുമ്പോഴത്തേക്കുമാണ് നടയിൽ രൂപത്തിൻ്റെ സ്റ്റാൻഡിൽ നല്ല പൊടിയായിട്ടിരിക്കണേ ഞാൻ കണ്ടു കേട്ടോ. നല്ല പൊടിയുണ്ടായി. അത്യാവശ്യം എല്ലാ ആഴ്ചയിലും തുടച്ചാലും തന്നെ നല്ലൊരു പൊടിയാണ്. അങ്ങനെ എല്ലാവരെയും താഴേക്ക് ഇറക്കി പൊടിയൊക്കെ തുടച്ച് ബ്രഷ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഞാനെപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസമാണ് രൂപത്തിൻ്റെ സ്റ്റാൻഡൊക്കെ ഇങ്ങനെ തുടക്കുക ചെയ്യാം. അല്ലെങ്കിൽ അവരൊക്കെ ഇങ്ങനെ മുഷിഞ്ഞിരിക്കണ പോലെ എനിക്ക് തന്നെ ഒരു ഫീൽ വരും. പിന്നെ പിറ്റേ ദിവസം തിങ്കളാഴ്ച കാലത്താണ് ഈ ഒരു സാഫൊക്കെ പുരട്ടി കൊടുത്ത് അവരെയും അടിപൊളിയാക്കി വെച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്